നിങ്ങൾ മിസ് ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് അരുവിക്കുഴിയിലോട്ടാണ്. അമ്മയാണ് ഞങ്ങളോട് പറഞ്ഞത് ബാ നമുക്ക് അരുവിക്കുഴിയിലോട്ട് പോകാന്ന്. അങ്ങനെ നിന്നിട്ട് എടുത്തൊരു തീരുമാനമാണ് അരുവിക്കുഴിയിലോട്ട് പോകാന്ന്. പിന്നെ ഇവിടെ കാണിക്കുന്ന കോപ്രായൊന്നും ആരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ ചുമ്മാ വീഡിയോ എല്ലാം വേണ്ടേ. പിന്നെ കുറെ നടന്നാണ് നമ്മൾ അരുവിക്കുഴി എത്തിയത്. ഒരു മണിക്കൂറേലും നടന്നു കാണും. ഒരു മണിക്കൂർ ഏറ്റെടുത്തു. അങ്ങനെ അരുവിക്കുഴി വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ബോർഡും കണ്ട് നമ്മൾ നടന്നു. നമ്മളങ്ങനെ അരുവിക്കുഴി വ്യൂ പോയിന്റ് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് അരുവിക്കുഴിയിലെത്തി. അങ്ങനെ നടന്ന് ക്ഷീണിച്ചാണ് നമ്മൾ അരുവിക്കുഴിയിൽ എത്തിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ മാറാൻ തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു അവിടെ. കാരണം നമ്മളവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും കിസിയായി കുമളി വരെ വന്നിട്ടൊരു വലിയ നഷ്ടം തന്നെ വന്നേനെ. അങ്ങനെ നമ്മൾ അവിടോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അതിൻ്റെ മേളിൽ കാണുന്നത് ഓഫീസാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. മഴ കുറച്ചുള്ളത് കൊണ്ടാണ് അവിടെ ഇത്രയും ചെറിയായിട്ട് വെള്ളം ഉള്ളത്. പക്ഷെ നല്ല വെള്ളം വരുമെന്നാണ് അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞത്. ശരിക്കും നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് വലിയ നഷ്ടം തന്നെ ആയിരുന്നേനെ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് നമ്മളൊരു കാഴ്ച കാണുന്നത്. ഒരു കപ്പിൾസ് വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത്. ആ പെണ്ണിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ചെറുക്കൻ ആ പെണ്ണിന്റെ ഫോട്ടോ എടുക്കുന്നത്. കുഴപ്പമില്ല, ഞങ്ങൾ 3 പേരുണ്ടല്ലോ, ഞങ്ങൾ 3 അങ്ങോട്ട് നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മുടെ ആ തോടല്ല വെള്ളച്ചാട്ടം കടന്ന് അപ്പുറത്തോട്ട് പോയി. ഇതിപ്പുറത്തോട്ട് നമ്മൾ പോകുന്നത് ഒരു കാട്ടിലോട്ടാണ്. തമിഴ്നാടിൻ്റെ ബോർഡറാണിത്. നമ്മൾ ആ കാട്ടിലോട്ട് പോവാണ്. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. നമ്മൾ ആ താഴെ കാണുന്നത് ഫുള്ളും തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ കമ്പം അങ്ങനെ കുറേ സ്ഥലങ്ങളാണ് അവിടെ. പിന്നെ മേഘമല, അതൊക്കെയാണ് അവിടെ ഉള്ളത്. ആ കുഞ്ഞായിട്ട് പോകുന്നുണ്ടോ, അതവിടെ വണ്ടി പോകുന്നതാണ്. പിന്നെയാണ് ഞങ്ങളും കണ്ടത്. അത്രയ്ക്ക് നമുക്ക് ഒരു തമിഴ്നാടിന്റെ ഒരു ഭൂരിഭാഗ സ്ഥലം നമുക്ക് അവിടെ നിന്നാ കാണാൻ പറ്റും. പാമ്പിന്റെ പടമാണ് പടം വെച്ചിട്ടേക്കുന്നത്. അതെ ഗൈസ്, നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. അതൊരു വലിയ പാമ്പിന്റെ പടമാണ്. പെട്ടെന്ന് കണ്ട് മനസ്സിലായില്ല. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അത് പടമാണെന്ന് മനസ്സിലായത്. കാരണം അത് ഭയങ്കര വലിയൊരു പടമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊന്നും കാണുന്നത്. പിന്നെ നമ്മളിത് മണ്ടയ്ക്ക് കയറി അവിടെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ അവിടുന്ന് സംസാരിച്ചു. തമിഴ്നാടൊക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ്. ഒരു കൃഷി ചെയ്യുന്ന കണ്ടാൽ നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ വന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മളൊരു 2-3 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് തിരിച്ച്. പിന്നെ നമ്മൾ അതുവഴിയൊക്കെ കയറി നടന്ന് ഊഞ്ഞാലൊക്കെ കയറി ആടി. 3 പേര് ഊഞ്ഞാൽ കയറി ആടി. പിന്നെ അതുവഴിയൊക്കെ ചുറ്റി നടന്ന് ഒരു സമയം ഇപ്പോൾ ഒരു 4:30 ആയി കാണും. നമ്മൾ വീട്ടിൽ നിന്ന് 12:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. കാരണം സമയം പോയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ആ സ്ഥലം. പോവാണല്ലേ, തിരിച്ചു പോവാണ്. അപ്പം ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ് ഗൈസ്. നമ്മൾ വലിയ പ്രതീക്ഷിച്ചൊന്നുമല്ല വന്നത്, അതുകൊണ്ടായിരിക്കും. അതെ ഞാൻ ഓർത്തു ജസ്റ്റ് വാട്ടർഫോൾസ് മാത്രം. അപ്പൊ നമ്മള് പോവാണ്. ഐസ്ക്രീം കിട്ടിയില്ല ഇവിടെ നമ്മളോട്. നമുക്ക് സെറ്റ് ആക്കാം. ഇറങ്ങി കഴിഞ്ഞാൽ നടന്നു പോകുമ്പം നടന്നിന് കയറ്റം കയറുന്നതായി ആണെന്ന് നടക്കാം. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ ആ കടയിൽ ഐസ്ക്രീം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു കാപ്പിയിൽ എന്താ പറയുക, അവിടെ ഇതിനെ ബജ്ജി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഏത്തക്കാപ്പം ഒക്കെ കഴിച്ച് വയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ വന്നത്. അപ്പോഴാണ് നമ്മളെ അമ്മൂൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചക്ക കണ്ടത്. അമ്മൂന്റെ വീട്ടില് പിന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ എന്നിട്ട് എപ്പോഴാ വരുന്നത്? സമയം 5:09. അപ്പൊ ഗൈസ് നമ്മളെ നമ്മളെ ഒന്നിച്ച് കാണുമെന്ന് അറിയത്തില്ല. അതെ ഗൈസ്, കാണും. നമ്മളെ അമ്മ പോവും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.